ഈ പഞ്ചപാണ്ഡവരിൽ മധ്യമ പാണ്ഡവനായ അർജുനനാൽ പ്രതിഷ്ഠിതമായ വിഗ്രഹമാണ് ഇവിടെയുള്ളതെന്നാണ് ഐതിഹ്യം. ഭഗവാൻ പാർത്ഥസാരഥിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നിലയ്ക്കൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രതിഷ്ഠയായിരുന്നു ഇവിടുത്തേതെന്നും അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം 6 മുളകളിൽ ഇവിടെ അടുത്തുള്ള വിളക്കുമാട് എന്ന സ്ഥലത്ത് എത്തപ്പെടുകയും അതിനുശേഷം ആറന്മുള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതനായി എന്നുമാണ് ഒരു ഐതിഹ്യം ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ ഒരു വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. അഭീഷ്ടവരദായനായ ആറന്മുളേശന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായിട്ടാണ് വള്ളസദ്യയെ കണക്കാക്കപ്പെടുന്നത്. ഒരു വള്ളസദ്യ നടത്തുന്നതിന് ഏതാണ്ട് 1,15,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. 52 കരകൾ ഈ ആറന്മുള പള്ളിയോട സേവാ സംഘത്തിൻ്റെ പേരിലുണ്ട്. 52 കരകളിൽ നിന്നുള്ള വള്ളങ്ങളാണ് ഇവിടെ എത്തുന്നത്. ഈ വള്ളങ്ങളിൽ ഏതെങ്കിലും ഒരു വള്ളത്തിന് നമ്മളൊരു വഴിപാട് നേരുന്നു, ആ വള്ളത്തെ നമ്മൾ ക്ഷണിക്കുന്നു, ആ വഴിപാട് നേരുന്ന ആൾ ക്ഷണിക്കുന്നു. അവർക്ക് എല്ലാവിധ ആചാരങ്ങളോടും കൂടി അവരെ ഇവിടെ സ്വീകരിച്ച് ഇവിടെ അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ നൽകി ഉത്തമമായ ഒരു വള്ളസദ്യ എല്ലാ 64 വിഭവങ്ങളോടുകൂടി നടത്തപ്പെടുന്നു. അതിൻ്റെ ആചാരങ്ങൾ ഇപ്പം നടന്നു വരികയായിരുന്നു. ജൂലൈ 21 മുതൽ ഒക്ടോബർ 2 വരെയാണ് ആറന്മുള വള്ളസദ്യ ഈ വർഷം നടന്നത്. ഇത് നടത്തി ഈ വള്ളക്കാരെ യാത്രയാക്കുന്നതോടുകൂടി അതിൻ്റെ ആചാരം തീരുകയാണ്. എല്ലാവർക്കും തന്നെ ഇതിൽ വളരെ വിശ്വാസം വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഒരു വഴിപാട് ഇവിടെ നേർന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അത് സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ വർഷവും വഴിപാട് നടത്തുന്നവരുടെ എണ്ണം വളരെ അധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആറന്മുള ദേശത്തൊക്കെ തേച്ചുകുളി സദ്യകൾ എന്ന് പറയുന്ന പേരിൽ സദ്യകൾ നടത്താറുണ്ടായിരുന്നു. അത് കൂടുതലും കുട്ടികൾക്ക് നടത്തുന്ന സദ്യയായിരുന്നു. അത് കൊച്ചുകുട്ടികളെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ഒരു ചടങ്ങ് പണ്ട് ഈ ദേശങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പള്ളിയോട സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വന്ന് അത് വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ പരിപാടികളൊക്കെ മുമ്പോട്ട് പോയ സമയത്ത് അതിന് ഒരു ഏകീകൃത ഭാവം വരികയും ആറന്മുള ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആ വള്ളസദ്യകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഈ വള്ളസദ്യ നടത്തുന്നത് എന്തിനായിരിക്കും? ഈ വള്ളസദ്യകൾ നടത്തുന്നത് ആൾക്കാർ ഇവിടുത്തെ ആറന്മുളേശനുള്ള അപാരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേരുന്ന വഴിപാടുകളാണ് വള്ളസദ്യകൾ. എന്തെങ്കിലും ഇഷ്ടകാര്യ സാധ്യത്തിന് കൂടുതലും സന്താന സൗഭാഗ്യമാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇവിടെ ആൾക്കാർ വഴിപാടായിട്ട് നേരാൻ കാരണമായിട്ടുള്ളത്. ഇതിൻ്റെ ഈ വള്ളസദ്യ ചടങ്ങ് എങ്ങനെയാണ്? ചടങ്ങ് ആദ്യം നമ്മൾ ഒരു വള്ളസദ്യ നടത്തുമ്പോൾ ആദ്യം കരക്കാരെ ഏത് വള്ളത്തിനാണോ സദ്യ നടത്തേണ്ടത് ആ കരക്കാരെ നമ്മൾ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. അതിനാദ്യമായി ഇവിടെ നമ്മുടെ പള്ളിയോട സേവാ സംഘത്തിൽ രജിസ്റ്റർ ചെയ്യണം. 10,000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഏത് വള്ളത്തിനാണോ വള്ളസദ്യ നടത്തേണ്ടത് ആ വള്ളക്കരയെ പോയി വിളിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം വള്ളസദ്യ നടക്കുന്ന ദിവസം രാവിലെ ഇവിടെ നിന്ന് കിട്ടുന്ന മാല്യങ്ങളുണ്ട്. അത് പൂജിച്ച് ക്ഷേത്രത്തിൽ പൂജിച്ച് അത് വള്ളക്കരയിൽ കൊണ്ടുപോയി കൊടുക്കണം. വള്ളത്തിൽ ചാർത്തി അവിടെ നിന്ന് വള്ളത്തെ യാത്രയാക്കണം. വെറ്റ പോലെ കൊടുത്ത് വള്ളത്തെ യാത്രയാക്കുന്നു. തിരികെ അവർ ഇവിടെ ഈ കടവിലെത്തി, മധുക്കടവ് എന്ന് പറയുന്ന നമ്മുടെ ക്ഷേത്ര കടവിലെത്തി വള്ളത്തെ സ്വീകരിക്കുന്നു. അഷ്ടമംഗല്യങ്ങളും മറ്റും വെച്ച് താലപ്പൊലിയോടുകൂടി അവരെ സ്വീകരിച്ച് അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവന്നതിന് ശേഷം അവർ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വലം വയ്ക്കുന്നു. വലം വെച്ച് അതിനുശേഷം അവർക്ക് സദ്യയുടെ പന്തലുകളിലേക്ക് അവരെ യാത്രയാക്കുകയും അവിടെ വെച്ച് വിഭവ സമൃദ്ധമായ സദ്യ നൽകുകയും ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 64 കൂട്ടം വിഭവങ്ങളാണ് ആ സദ്യയിൽ ഉണ്ടാവുക. നടത്തിയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഓരോ വർഷവും വള്ളസദ്യകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നേരത്തെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 200 വള്ളസദ്യകളൊക്കെ ആയിരുന്നു മുമ്പ് നടന്നുകൊണ്ട് അതിനിപ്പം വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് 500-ന് മീതെ വള്ളസദ്യകൾ നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം 500ഓളം ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.